നല്ലൊരുറക്കം കഴിഞ്ഞ് എണീച്ചതേ ഉള്ളൂ. സിഡ്നി എയർപോർട്ടിലാണ്. ഇവിടുന്ന് നേരെ ബാലിയിലേക്കാണ് യാത്ര. അമ്മയും ഞാനുമായിട്ടുള്ളൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് വാസ് നോട്ട് ഈവൻ ദെയർ ഇൻ മൈ വൈൽഡസ്റ്റ് ഡ്രീംസ്. ബട്ട് സംഹൗ ദിസ് ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ. അങ്ങനെ ഒത്തിരി സന്തോഷത്തോടെ അമ്മ കൊച്ചിയിൽ നിന്നും ഞാൻ അങ്ങനെ സിഡ്നിയിൽ നിന്നും ബാലിയിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ബാലിയിലെത്തി നമ്മൾ മീറ്റ് ചെയ്ത് സന്തോഷമൊക്കെ പങ്കുവെച്ച് നമ്മൾ ആദ്യം പോയതാ ഈ ഒരു ഹോട്ടലിലോട്ടാണ്, കഴിക്കാനാണ് തുടങ്ങിയത്. നമ്മുടെ ടൂർ ഗൈഡ് ആദ്യം പറഞ്ഞ ഹോട്ടലായിരുന്നു അത്. വളരെ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണമായിരുന്നു. ബാലിയാണ് എങ്കിലും അവിടുത്തെ ഭക്ഷണം എങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ള ചിന്തയുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് ഓൾ ഗുഡ്. സോ റൈറ്റ് ആഫ്റ്റർ അവർ ലഞ്ച് വി ഹെഡഡ് ടു GWK കൾച്ചറൽ പാർക്ക്. ഇതാണ് ആ ഒരു സ്പോട്ട്. അവിടെ ചെന്നപ്പോഴത്തേക്കും നമുക്ക് ടിക്കറ്റ്സ് ഒക്കെ എടുക്കണമായിരുന്നു. നമ്മുടെ ടൂർ ഗൈഡ് അതൊക്കെ എടുത്ത് നമുക്ക് സെറ്റാക്കി തന്നതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും അധികം വന്നില്ല. ആൻഡ് അതൊരു വലിയ ആശ്വാസമായിരുന്നു. നമുക്ക് ഫസ്റ്റ് സ്പോട്ടിലോട്ട് പോയാലോ? ഈ കാണുന്ന ഈ ഒരു പോണ്ടും അതിനോട് ചുറ്റുമുള്ള ഈ ഗ്രീനറിയും ഒരു രക്ഷയില്ല. ഒരു ബ്ലിസ് ആയിരുന്നു അത്. ആൻഡ് ദർ ഇസ് സംതിങ് സ്പെഷ്യൽ അബൌട്ട് ദിസ് പോണ്ട്. അതായത് ഇതൊരു ടോട്ടസ് പോണ്ടാണ്. നമ്മൾ കോയിൻസ് ആ പോണ്ടിലോട്ട് എറിയുവാണ് എങ്കിൽ നമുക്കിതാ ഭാഗ്യം ഇവിടെ ആരംഭിക്കുന്നു എന്നാണ് ഇവിടെ ഉള്ളവരുടെ വിശ്വാസം. നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിൽ എത്തിയത് ഇത്രയും സ്റ്റെപ്പൊക്കെ നടന്നിട്ടാണ്. കണ്ടോ, ഈ ഒരു പോണ്ടിലോട്ടാണ് കോയിൻ എറിയുന്നത്. ഇതുണ്ടല്ലോ, നമ്മളിവിടെ നിന്ന് എങ്ങനെ അങ്ങ് നിന്ന് പോവും. അത്ര രസമാണ് ഇവിടെ നിൽക്കാൻ. ഇനി ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്പോട്ട്, ബ്യൂട്ടി അറ്റ് ഇറ്റ്സ് പീക്ക്. ഇതേപോലെ തന്നെയാണ് ആ ഒരു സൺലൈറ്റും. ഏകദേശം ഒരു 5 മണി സമയമൊക്കെ അവിടെ ഇരിക്കാൻ എന്താ ഭംഗി. അവിടെ കുറേ ഇവൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിള്ളേർക്ക് വേണ്ടിയും അതേപോലെ വലിയവർക്ക് വേണ്ടിയും അങ്ങനെ പലതരത്തിലുള്ള എക്സിബിഷൻസും അവിടെ ഉണ്ടായിരുന്നേ. നല്ല ദാഹം വന്നതുകൊണ്ട് തപ്പിപ്പിടിച്ചതാ ഈ ഒരു ജ്യൂസ്. ഇതല്ല, മുമ്പേ കണ്ട പേർപ്പിൾ കളറിലെ ജ്യൂസാണ് കുടിച്ചത്. അത് അവിടുത്തെ യം ഫ്രൂട്ടിൻ്റെ ഒരു പ്രത്യേകതരം ജ്യൂസാണ്. ആൻഡ് ഇറ്റ് വാസ് സോ ഗുഡ്. പിന്നെ കുറച്ചധികം നേരം അവിടെ ഇരുന്ന് അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ വീണ്ടും വീണ്ടും ആസ്വദിച്ച് ആ ജ്യൂസൊക്കെ കുടിച്ച് പെയ്യെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മളിവിടെ GWK വന്നിട്ട് തിരിച്ച് പോവുകയാണ്. നമ്മുടെ ഇതെല്ലാം തീർന്നു ഇന്നത്തെ. സോ വി ആർ ഗോയിങ് ബാക്ക് ടു അവർ ഹോട്ടൽ. പിന്നെ അമ്മ ചിരിച്ച്. സിഡ്നിയിൽ നിന്ന് ഫ്ലൈറ്റിൽ ഒരു ഓസി കപ്പിളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരിങ്ങനെ പറയുമായിരുന്നു അവരുടെ 6ാമത്തെ ട്രിപ്പാണ് ബാലിയിലോട്ട്. അവർക്ക് ബാലി ഭയങ്കര ഇഷ്ടമാണ്. തോന്നുമ്പോഴൊക്കെ അവർ ബാലിയിൽ വരും. ഇനിയും നെക്സ്റ്റ് മന്തൊക്കെ വരുന്നുണ്ടത്രേ. സിഡ്നിയിൽ ഏറ്റവും എളുപ്പത്തിൽ വരാൻ പറ്റുന്ന ഒരു രാജ്യം കൂടാണ് ബാലിയെ. നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്തുന്നതിന് മുന്നേ ഒരു മസാജ് സെൻറ്ററിൽ കയറി മസാജൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു ഹോട്ടലിലെത്തിയത്. കയറി കിടന്നത് മാത്രം ഓർമ്മയുണ്ട്. രാവിലെ എണ്ണീച്ചു. രാവിലെ നമ്മൾ റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്ന് തന്നെയാണ്. ഫുഡ് എന്താണെന്ന് അറിയാൻ ഒത്തിരി ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. കാര്യം നമ്മൾ വേറൊരു രാജ്യത്ത് എന്താണ് ഒന്നൊന്നും അറിയത്തില്ലല്ലോ. ഈ ചട്ടിയിൽ കാണുന്ന 3 വിഭവങ്ങളും അവരുടെ ഡെസേർട്ടാണ്. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നതെല്ലാം റൈസിലും ബ്രെഡിലുമാണ്. അപ്പോൾ അതൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ രാവിലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ആദ്യം ഓൺ ടൈം ആയിരുന്നു. ആദ്യം ഞങ്ങളെയും കൊണ്ട് നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിലോട്ട് പോവാം. ആദ്യം വി ആർ ഗോയിങ് ടു ഉബുദ് പാലസ് ഫസ്റ്റ്, ഫോളോഡ് ബൈ ഉബുദ് മാർക്കറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അലോഹ സ്വിങ്ങിൽ പോവും. ഇവിടെ ഇപ്പം നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്കും ഉബുദ് പാലസ് അടയ്ക്കും. അപ്പം അതിന് മുന്നേ നമ്മൾ ഉബുദ് പാലസ് കണ്ടിട്ട് ഈ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴും നമുക്ക് കേരളത്തിൽ എവിടെ ആണെന്ന് തോന്നിപ്പോവും. അറിയത്തില്ല. നമ്മൾ ഇപ്പം നമ്മുടെ കാറ് പാർക്ക് ചെയ്തിട്ട് ഉബുദ് പാലസിലോട്ട് നടക്കുക. അവിടെ നമുക്ക് പാർക്കിംഗ് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ട് we are on our way to ഉബുദ് പാലസ്. പിന്നെ ഇത് ഉബുദ് മാർക്കറ്റാണ്. നമുക്ക് എന്തെങ്കിലും ഷോപ്പിംഗ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്ന് ഉബുദ് പാലസിലോട്ട് പോകുന്ന വഴിയാണിത്. ഇതാണ് നമ്മുടെ ഉബുദ് പാലസ്. ദിസ് പാലസ് ഇസ് റിയലി പ്രിറ്റി. ഇത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും നല്ല പഴയ രീതിയിൽ പണിതിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആർക്കിടെക്ചറാണ്. ബട്ട് ഇൻഡീഡ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. പാലസിൻ്റെ തൊട്ട് മുന്നിൽ കാണുന്ന മാർക്കറ്റാണ് ഉബുദ് മാർക്കറ്റ്.
ആ കാണുന്നതാണ് പാലസ്. അങ്ങനെ പാലസും മാർക്കറ്റും ഒക്കെ കണ്ട് ഞങ്ങൾ നേരെ പോയത് കൊതിച്ചിരുന്ന ബാലി സ്വിങ്ങിൻ്റെ സ്പോട്ടിലോട്ടാണ്. ആഗ്രഹിച്ച പോലെ ബാലി സ്വിങ്ങിലൊക്കെ ഞങ്ങൾ 2 പേരും കയറി. പിന്നെ തൊട്ടടുത്ത് കാണുന്നത് ഈ ഒരു സുന്ദരമായ പ്രദേശത്ത് കുറേ അധികം നേരം നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ പെയ്യെ നടന്ന് റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണേ. താങ്ക്ഫുൾ ആൻഡ് ഗ്രേറ്റ്ഫുൾ. ഇതിൻ്റെ ഒരു ഭംഗി എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. അത്രയും പ്രിറ്റി ആൻഡ് ബ്യൂട്ടിഫുൾ ആണ്. നമ്മുടെ കണ്ണിനൊക്കെ കുളിർമ തരിക എന്ന് പറയുന്നത് പോലെ അത്രയും ഭംഗിയാണ് ആ ഒരു പ്രദേശം ഫുൾ കാണാൻ. നമുക്കിനി എന്തെങ്കിലും കഴിച്ചാലോ? ജ്യൂസ്, സൂപ്പ്, നാസി ഗൊറങ്ങ്, പിന്നെ ഡെസേർട്ട് എന്ന് പറയുമ്പോൾ ഈ ബനാന ഫ്രിറ്റേഴ്സും വാനില ഐസ്ക്രീമും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഡെസേർട്ടായിരുന്നു. പഴംപൊരിയും കുറച്ച് ചോക്ലേറ്റും പിന്നെ വാനില ഐസ്ക്രീമും കൂടെ കഴിച്ചാൽ സോ ഗുഡ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ മഴയുമൊക്കെ പെയ്ത് ഞങ്ങൾ കഴിക്കുന്നതൊക്കെ അവസാനിപ്പിച്ച് നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോകാൻ തുടങ്ങി. നമ്മളിനി അടുത്തത് എന്തുവായിരുന്നു അതിൻ്റെ പേര്? ടെഗലാങ് അല്ലേ? ടെഗലാലാങ്, അങ്ങനെയല്ല, ടെഗലാലാങ്. അതൊരു റൈസ് ഫീൽഡാണ്, പാഡി ഫീൽഡാണ്. കാണാൻ നല്ല രസമാണ്. പക്ഷെ നമ്മളിവിടെ എത്തി അതിൻ്റെ പുറത്തോട്ട് ഇറങ്ങാൻ നമുക്ക് പറ്റത്തില്ല. കാര്യം നല്ല മഴ. അപ്പം മഴയൊന്ന് തോർന്നിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ സമയമുണ്ടെങ്കിൽ മഴ മാറട്ടെ വേഗം. ആദ്യം മാക്സിമം പറഞ്ഞു വരൂ നമുക്ക് പോകാം, ഇല്ലെങ്കിൽ അടുത്ത സ്പോട്ടും കാണാൻ പറ്റില്ല, വെയിറ്റ് ചെയ്യേണ്ട എന്നൊക്കെ. പക്ഷെങ്കിൽ എനിക്ക് അടുത്ത സ്പോട്ട് കണ്ടില്ല എങ്കിലും കുഴപ്പമില്ലായിരുന്നു. എങ്ങനെയോ 45 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മഴ ഓൾമോസ്റ്റ് തോർന്നു. അങ്ങനെ ഈ ഭംഗിയുള്ള റൈസ് പാഡി ഫീൽഡ് കാണാൻ പറ്റി. നമ്മളങ്ങനെ ടെഗലാലാങ് പാഡി ഫീൽഡ്സ് കണ്ടിട്ട് we are on our way to തീർത്ഥ എംപിൾ ടെമ്പിൾ. അപ്പം ഇന്ന് അങ്ങനെ അത് കണ്ട് നമ്മളിന്ന് 5 പ്ലേസസ് വിസിറ്റ് ചെയ്തു. ബുദ്ധ് പാലസ് കണ്ടു, ബുദ്ധ് മാർക്കറ്റ് കണ്ടു. We then went to Aloha Swing, Tegalalang Paddy Fields, and finally we are going to this തീർത്ഥ എംപിൾ ടെമ്പിൾ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഇറ്റിനറി ഫിനിഷ് ആവാൻ പോവാണ്. നമ്മുടെ ടൂർ ഗൈഡിന് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് ഫോർ ടേക്കിംഗ് us to all these places. നമ്മൾ വളരെ സേഫായിട്ട് കംഫർട്ടബിളായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റി. ആൻഡ് our heart is full, our tummy is happy. തീർത്ഥ ടെമ്പിളിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ഏകദേശം ഒരു 5:45 ആയേ. എന്നിരുന്നാലും അവിടെയും നല്ല തിരക്കായിരുന്നു. നമ്മളിവിടെ ചെന്ന് കഴിഞ്ഞാൽ ടെമ്പിളിൽ നിന്ന് തന്നെ നമുക്കൊരു ഡ്രസ്സ് തരുമേ. ആ ഡ്രസ്സ് ഇട്ടിട്ട് വേണം നമ്മൾ ടെമ്പിളിനുള്ളിൽ പ്രവേശിക്കാൻ. ഈ ടെമ്പിൾ ഇസ് ഫേമസ് ഫോർ ഇറ്റ്സ് holy spring water. So right now we are inside this Tirtha temple but not the holy spring water area. ഇതുപോലെ ഇങ്ങനെ കോയി ഫിഷസ് ഒക്കെ ഉള്ള ഒരു ചെറിയ പോണ്ടും ഒക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പുറകിലായിട്ടാണ് ഒരു പ്യൂരിഫിക്കേഷന് വേണ്ടി ഒരു ഭാഗം. ഇതെന്ന് പറയുന്നത് ചുമ്മാ ഇവിടെ ഒരു കുറച്ചൊരു പോണ്ടും പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കാനും ഒക്കെ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു സ്ഥലം പോലെ ടെമ്പിളിനകത്ത് തന്നെ ഉള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്കിത് പ്രോപ്പർ ടെമ്പിൾ കാണാൻ പറ്റും. പിന്നെ ഇതിന് ചുറ്റും മരങ്ങളാണ്. സോ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ടു സീ ദിസ് പ്ലേസ്. ഇവിടെ കുറേ ഫോറിനേഴ്സിനെ നമ്മൾ കണ്ടു. ഈ ഒരു വിശ്വാസം, ഇവിടുത്തെ വിശ്വാസം അനുസരിച്ച് നമ്മൾ ഈ ഒരു ഹോളി സ്പ്രിംഗ് വാട്ടറിൽ ഡിപ്പ് ചെയ്ത് നമ്മൾ മുങ്ങി താന്ന് വരുവാണ് എങ്കിൽ നമ്മുടെ ചെയ്തു പോയ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടും എന്നാണ്. നീണ്ട ക്യൂ തന്നെ ഉണ്ടായിരുന്നു ഇതൊക്കെ കാണാനും സ്പ്രിംഗ് വാട്ടറിൽ ഇറങ്ങാനും ഒക്കെ തന്നെ. ആ ഒരു അമ്പലം മൊത്തവും
ഒരു പോസിറ്റിവിറ്റി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമായിരുന്നേ. സോ ഹിയർ ദി ഐതിഹ്യം ഇസ്, നമ്മുടെ ദേവേന്ദ്രനില്ലേ, ദേവേന്ദ്രൻ്റെ ആർമിയെ കൊല്ലാൻ വേണ്ടി ഒരു ഈവിൾ കിങ് എന്ത് ചെയ്തു, ആ വെള്ളത്തെ മൊത്തം പോയിസൺ ചേർത്തു. ഇതറിഞ്ഞിട്ട് ദേവേന്ദ്രൻ വേറൊരു പണി ചെയ്തു, അതായത് ഗ്രൗണ്ട് കുത്തി അങ്ങനെ അവിടുന്ന് മാജിക് സ്പ്രിംഗ് വാട്ടേഴ്സ് വരാൻ തുടങ്ങി. അപ്പോൾ ആ വാട്ടറിനൊരു ഭയങ്കര പ്രത്യേകതയുണ്ട്, അത് ക്ലെൻസ് ചെയ്യാനും ഹീൽ ചെയ്യാനും ഒക്കെ ആൾക്കാർ യൂസ് ചെയ്ത് തുടങ്ങി. ബൈ ബൈ തീർത്ഥ ടെമ്പിൾ. ഇന്നും ആൾക്കാർ ഇവിടെ വരാറുണ്ടത്രേ, ഇങ്ങനെ ക്ലെൻസ് ചെയ്യാനും ഹീൽ ചെയ്യാനും എല്ലാത്തിനും വേണ്ടി അവരുടെ നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റി നല്ല പോസിറ്റീവായിട്ട് അവിടുന്ന് പോകാൻ വേണ്ടി. അമ്മ പറയാണ് മതി നമുക്കിനി പോകാം എന്ന്. അങ്ങനെ ഞങ്ങൾ പയ്യെ തീർത്ഥ ടെമ്പിളിനോട് ബൈ ഒക്കെ പറഞ്ഞ് അവിടുന്ന് പയ്യെ ഇറങ്ങി. ടെമ്പിളിൻ്റെ പുറത്തെ ഭാഗമാണ് ഇത്. കണ്ടാൽ നമ്മുടെ കേരളം പോലെ തന്നെ ഇരിക്കും, ഒരു വ്യത്യാസം നമുക്ക് തോന്നില്ല. പ്രകൃതിയോട് അത്രയേറെ ഇണങ്ങി ജീവിക്കുന്നവരാണ് ബലിനീസ് ആൾക്കാരെന്ന് നമുക്ക് തോന്നും. ആലും വൃക്ഷങ്ങളും ഒക്കെ അവർ നല്ല പോലെ പ്രിസർവ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നോർത്ത് ഇന്ത്യ ആൻഡ് സൗത്ത് ഇന്ത്യ? ലൈക്ക് ഹി നോസ് ദാറ്റ് ഇന്ത്യ ഈസ് ഡിവൈഡഡ് ഇൻടു ടു, നോർത്ത് ആൻഡ് സൗത്ത്, ആൻഡ് ഹി ഈസ് ആസ്കിങ് വാട്ട് ഈസ് ദ ഡിഫറൻസ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിച്ചും വിശേഷങ്ങൾ പങ്കുവെച്ചും ഇന്ത്യയുടെ കാര്യവും കേരളത്തിൻ്റെ കാര്യവും അതേപോലെ ആദിയുടെ വീട്ടുകാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ആ ദിവസം പൂർത്തീകരിച്ചു. ഇത് നമ്മുടെ 3rd ഡേ ആണ്, ആൻഡ് വിച്ച് ഈസ് എ ഫൈനൽ ഡേ. വൈകിട്ടാണ് ഫ്ലൈറ്റ്. രാവിലെ എന്താണെങ്കിലും നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നടന്നു പോയി കാണാം എന്ന് വിചാരിച്ചു. സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് പോലെ ഒരു രാജ്യവും ഒരു സ്ഥലവും ഒക്കെ അറിയണമെങ്കിൽ നമ്മൾ നടന്ന് തന്നെ പോയി കാണണം, എന്നെങ്കിലും അവിടുത്തെ ആൾക്കാരെയും അവിടുത്തെ രീതികളും ഒക്കെ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ചുമ്മാ ഇതുവഴിയൊക്കെ നടന്ന് എന്നാലൊരു മസാജ് ചെയ്യാം എന്നൊക്കെയുള്ള ആഗ്രഹത്തിലും ആണ് ഈ നടക്കുന്നത്. ദ വെരി സ്പെഷ്യാലിറ്റി ഓഫ് ബാലി ഈസ് ഫുൾ ഗ്രീനറിയാണ്. എവിടെ നോക്കിയാലും ഈ ഒരു പച്ചപ്പും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അവസാനം ചെന്നെത്തി മസാജ് സെൻറ്ററിലേക്ക്. വളരെ ചീപ്പായിട്ട് നമുക്കവിടെ മസാജ് സെൻറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഒരു മസാജ് സെൻറ്ററിൽ കയറി. അയ്യോ, പറഞ്ഞറിയിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവർ തന്ന ആ ഒരു സർവീസ്. നല്ലതായിരുന്നു. 1 hour എങ്ങനെ പോയെന്ന് ഒരു പിടിയില്ല, അത്ര അടിപൊളിയായിരുന്നു. നമ്മളൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ അവിടുത്തെ ആൾക്കാരെങ്ങനെ, അവരുടെ ജീവിത രീതി എങ്ങനെ എന്നൊക്കെ അറിയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ ഓൾസോ ആസ്ക് ദെം അബൌട്ട് ദെയർ വെയർ അബൌട്ട്സ്, എവിടുന്ന അവർ, അങ്ങനെ കുറേ കാര്യങ്ങൾ അവരോടും ചോദിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പെയ്യെ ഇറങ്ങി. 3rd ഡേ ആണ്. അങ്ങനെ റൂം വെക്കേറ്റ് ചെയ്ത് നമ്മൾ 12 ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങണം. സോ അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ വാസ് ദ ട്രിപ്പ്? അടിപൊളി, നല്ലായിരുന്നു, നല്ല ട്രിപ്പായിരുന്നു. ഒത്തിരി ദിവസമില്ല, 3 ദിവസം ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. സോ താങ്ക് യു ബാലി, വി ഹാഡ് എ ഗ്രേറ്റ് ടൈം. അങ്ങനെ റെഡിയായി ചുമ്മാ വിൻഡോയിലോട്ട് നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണത്. ആദ്യം തന്നെയാണ് നമ്മൾ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നത്. കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ എയർപോർട്ടിലെത്തി. ആൻഡ് ദാറ്റ് വാസ് എൻ എൻഡ് ടു എ ബ്യൂട്ടിഫുൾ 3 days in Bali, and that too with my dear mother. Bye.